Hello everyone. Today we are going to briefly discuss about transition state theory or activator complex theory or absolute reaction rate theory. ഇതിനെ കോമൺ നെയിമായിട്ട് പറയുന്നതാണ് ആക്ടിവേറ്റർ കോംപ്ലക്സ് തിയറി, ACT. ഈ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് 3 പേരാണ്. പക്ഷെ 3 പേരും ഗ്രൂപ്പായിട്ടല്ല, ഇൻഡിവിജ്വലായിട്ട് സൈമൾട്ടേനിയസ് ആയിട്ടുള്ള പബ്ലിഷ് ചെയ്തിരിക്കുന്ന തിയറിയാണിത്. സോ അതുകൊണ്ട് തന്നെ 3 പേരുടെ പേരിലും അറിയപ്പെടാറുണ്ട്: ഇയറിംഗ്, ഇവാൻ ആൻഡ് പോളയാനി. ഇനി ACT ആക്ടിവേറ്റർ കോംപ്ലക്സ് തിയറി വെച്ച് പറയുമ്പോൾ ഈ തിയറി ഡിസ്കസ് ചെയ്തിരിക്കുന്നത് തെർമോഡൈനാമിക് ഓർ പാർട്ടീഷൻ ഫങ്ഷൻ വെച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ റിയാക്ഷൻ റേറ്റിൻ്റെ മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഉദാഹരണത്തിന് ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എച്ച്. ഇതൊരു തെർമോഡൈനാമിക്സ് ഫംഗ്ഷനാണ്, പാർട്ടീഷൻ ഫംഗ്ഷനാണ്. സോ ഡെൽറ്റ ജി മീൻസ് കോർഡിനേഷൻ വരയ്ക്കുമ്പോൾ റിയാക്ഷൻ കോർഡിനേറ്റ്സ് ഡെൽറ്റ ജി. ഈ ചേഞ്ച് അനുസരിച്ചായിരിക്കും ആ റിയാക്ഷൻ്റെ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ ഡെൽറ്റ ജി എന്ന് പറയുന്നത് ഒരു തെർമോഡൈനാമിക് വേരിയബിളാണ്. ആ വേരിയബിൾ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് റിയാക്ഷൻ്റെ റേറ്റിന് വ്യത്യാസം ഉണ്ടാകും. അതാണ് ഈ തിയറി വെച്ച് പറയുന്നത്. സോ ദ റിയാക്ഷൻ മെക്കാനിസം ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻ ഓൺ ദ ബേസിസ് ഓഫ് തെർമോഡൈനാമിക്സ് ഓർ പാർട്ടീഷൻ ഫങ്ഷൻ. നെക്സ്റ്റ് പോയിന്റ്, കൊളീഷൻ തിയറിക്കകത്ത് നമ്മൾ പറയുന്നത് റിയാക്റ്റൻറ്റിൻ്റെ കൊളീഷനെ കുറിച്ചാണ് പറയുന്നത്. റിയാക്റ്റൻറ്റിനെ ബേസ് ചെയ്താണ് നമ്മളതിൻ്റെ റേറ്റ് പറയുന്നത്. പക്ഷേ ഇവിടെ അതങ്ങനെയല്ല. ആക്ടിവേറ്റർ കോംപ്ലക്സ് തിയറിക്കകത്ത്, ACTക്കകത്ത് ഒരു പുതിയ കോംപ്ലക്സ് ഫോം ചെയ്യും, ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഫോം ചെയ്യും, അല്ലെങ്കിൽ ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോം ചെയ്യും, അങ്ങനെ പറയാം. ആ ഫോം ചെയ്യുന്ന മോളിക്യൂളിനെ ആക്ടിവേറ്റർ കോംപ്ലക്സ് എന്ന് പറയുന്നു. സോ ആ ആക്ടിവേറ്റർ കോംപ്ലക്സിനെ ബേസ് ചെയ്താണ് ഇതിൻ്റെ റേറ്റ് ഓഫ് ദി റിയാക്ഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, നമ്മൾ കൊളീഷൻ തിയറിക്കകത്ത് പറഞ്ഞു, ഒരു 2 മോളിക്യൂൾസ്, 2 റിയാക്റ്റൻ്റ് തമ്മിൽ ഇഫക്റ്റീവ് കൊളീഷൻ നടന്ന് ഒരു എനർജി ബാരിയർ ഓവർകം ചെയ്താലേ പ്രൊഡക്റ്റായിട്ട് മാറുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യണം. ആ കൊളൈഡ് ചെയ്ത് ഒരു സഫിഷ്യൻ്റ് എനർജി അറ്റൈൻ ചെയ്താൽ മാത്രമേ ഒരു പ്രൊഡക്റ്റിലോട്ട് മാറുള്ളൂ. പക്ഷേ ഇവിടെ പറയുന്നൊരു വേറൊരു കാര്യം, ആ സഫിഷ്യൻ്റ് എനർജി അറ്റൈൻ ചെയ്ത മോളിക്യൂൾ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ആ ഇൻ്റർമീഡിയറ്റിന് പറയുന്ന പേരാണ് ആക്ടിവേറ്റർ കോംപ്ലക്സ്. പക്ഷേ കൊളീഷൻ തിയറിക്കകത്തേക്ക് ആക്ടിവേറ്റർ കോംപ്ലക്സിൻ്റെ കാര്യം പറയുന്നില്ല, ഒരു എനർജി ബാരിയറിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അത് ഓവർകം ചെയ്യുന്ന എനർജി ആക്ടിവേഷൻ എനർജി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു മോളിക്യൂൾ ഫോം ചെയ്യുന്ന കാര്യം കൊളീഷൻ തിയറിക്കകത്ത് പറയുന്നില്ല. ഇപ്പം ACTക്കകത്ത്, ആക്ടിവേറ്റർ കോംപ്ലക്സ് തിയറിക്കകത്ത് സ്റ്റഡി ചെയ്യുന്നത് തന്നെ സഫിഷ്യൻ്റ് എനർജി അറ്റൈൻ ചെയ്ത ആക്ടിവേറ്റ് ആയിട്ടുള്ള എനർജി അറ്റൈൻ ചെയ്ത മോളിക്യൂൾസിനെ, ആക്ടിവേറ്റഡ് മോളിക്യൂൾസിനെ സ്റ്റഡി ചെയ്താണ് പറയുന്നത്. ഇവിടെ നോക്കാം, ജസ്റ്റ് ഒരു റിയാക്ഷൻ ഇത് തന്നെ. റിയാക്റ്റൻ്റ് എനർജി അറ്റൈൻ ചെയ്തു, പ്രോഡക്റ്റ്. സോ നോക്കുക, ഈ സ്റ്റേജ് ഇതാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇതൊരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ഒരു ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റേറ്റാണ്, ആക്ടിവേറ്റർ കോംപ്ലക്സ് സ്റ്റേറ്റ്. കാരണം അത് വെരി ഷോർട്ട് ലൈഫാണ്. വിത്തിൻ ഇമ്മീഡിയറ്റ്ലി കൺവേർട്ടഡ് ടു പ്രോഡക്റ്റ്. സോ അതിനെ സ്റ്റഡി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റേറ്റ് ആണ്, അത് പറയാം. ഈ സ്റ്റേറ്റിലുണ്ടാകുന്ന മോളിക്യൂൾസിനെ സ്റ്റഡി ചെയ്താണ് ആക്ടിവേറ്റർ കോംപ്ലക്സ് തിയറി പറയുന്നത്. ഇനി വേറൊരു ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നുണ്ട്. ഇൻ്റർമീഡിയറ്റ് ട്രാൻസിഷൻ സ്റ്റേറ്റിനെ കഴിഞ്ഞും സ്റ്റേബിളാണ്. ഇത് ഇൻ്റർമീഡിയറ്റ് ട്രാൻസിഷൻ സ്റ്റേറ്റിനെ കഴിഞ്ഞും സ്റ്റേബിളായിരിക്കും, ലൈഫ് ടൈം കൂടുതലായിരിക്കും. ട്രാൻസിഷൻ സ്റ്റേറ്റിന് ലോ ലൈഫ് ടൈം ആയിരിക്കും. ഈ 2 കേസും ഈ ആക്ടിവേറ്റർ കോംപ്ലക്സ് തിയറി വെച്ച് പറയാം.
നെക്സ്റ്റ് പോയിൻ്റ് അതാണ്. ആക്ടിവേറ്റഡ് കോംപ്ലക്സ് തിയറിക്കകത്ത് ഹൈപ്പോത്തറ്റിക്കൽ ട്രാൻസാക്ഷൻ സ്റ്റേറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ആക്ടിവേറ്റഡ് കോംപ്ലക്സിന് പ്രോഡക്റ്റിനെയും റിയാക്റ്റിനെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഹയർ എനർജി ആയിരിക്കും. രണ്ട് കേസിലും, ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള കേസിലും അതെ, ട്രാൻസിഷൻ സ്റ്റേറ്റിലായിട്ടുള്ള കേസിലും അതെ. പ്രോഡക്റ്റിനെയും റിയാക്റ്റിനെയും കമ്പയർ ചെയ്യുമ്പോൾ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള കോംപ്ലക്സിന് എനർജി കൂടുതലായിരിക്കും. ഇനി കൊളീഷൻ തിയറിക്കകത്ത് പറയാത്തൊരു കാര്യമാണ്. കൊളീഷൻ തിയറിക്കകത്ത് ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ബാക്ക്വേർഡ് റിയാക്ഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം തരത്തിലുള്ള റിയാക്ഷനെ കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ആക്ടിവേറ്റഡ് തിയറിക്കകത്ത് ACTക്കകത്ത് പറയുന്നുണ്ട്. ഈ ACTക്കകത്ത് പറയുമ്പം ആക്ടിവേറ്റഡ് കോംപ്ലക്സ് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം വിത്ത് റിയാക്റ്റൻറ്റുമായിട്ട് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഇക്വിലിബ്രിയത്തിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ പോയിന്റ് കൊളീഷൻ തിയറിയുടെ ഒരു ഡിമെറിറ്റാണ്. അതിനെ ഓവർകം ചെയ്താണ് ACTക്കകത്ത് വന്നിരിക്കുന്നത്. നമ്മൾ തൊട്ട് മുമ്പത്തെ പോയിന്റ് പറഞ്ഞു, ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്ന് പറയുന്നത് ഒരു ഹൈപ്പോത്തറ്റിക്കൽ ട്രാൻസിഷൻ സ്റ്റേറ്റാണ്, അല്ലെങ്കിൽ ഹൈപ്പോത്തറ്റിക്കൽ കോംപ്ലക്സ് ആണ്. അത് എക്സാക്ട്ലി അങ്ങനെ ഒരു മോളിക്യൂൾ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു നോർമൽ മോളിക്യൂൾസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനെ ഒരു മോളിക്യൂൾ ആക്ടിവേറ്റഡ് കോംപ്ലക്സിന് ഒരു മോളിക്യൂളായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എന്നിരുന്നാലും ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സിന് നോർമൽ മോളിക്യൂൾസിൻ്റെ എല്ലാ പ്രോപ്പർട്ടിയും ഉണ്ടായിരിക്കും. മോളിക്യൂൾ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമൽ മോളിക്യൂളിൻ്റെ എല്ലാ ബിഹേവിയറും കാണിക്കും. പക്ഷേ നോർമൽ മോളിക്യൂളുമായിട്ട് കൺസിഡർ ചെയ്യാനും പറ്റത്തില്ല. കാരണം വെരി ഷോർട്ട് ലൈഫാണ് അതിന്. വിത്ത് ഇമ്മീഡിയറ്റ് സെക്കൻഡ് പ്രോഡക്റ്റോ റിയാക്റ്റൻ്റായിട്ട് ബാക്ക്വേർഡ് റിയാക്ഷൻ വഴി റിയാക്റ്റൻ്റോ ഫോർവേഡ് റിയാക്ഷൻ വഴി പ്രോഡക്റ്റുമായിട്ട് വിത്തിൻ സെക്കൻഡ് അത് മാറും. സോ അങ്ങനെ പറയാം, ആക്ടിവേറ്റഡ് കോംപ്ലക്സിന് നോർമൽ മോളിക്യൂൾസിൻ്റെ എല്ലാ പ്രോപ്പർട്ടിയും കാണിക്കും. പക്ഷേ ഡിഫറൻസ് ഉണ്ട്. നോർമൽ മോളിക്യൂൾസിൻ്റെ ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും വൈബ്രേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും ഒരു ഫിക്സഡാണ്. നോർമൽ മോളിക്യൂൾസിൻ്റെ ആകുമ്പോൾ ട്രാൻസ്ലേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3 ആയിരിക്കും. XYZ ഡയറക്ഷനിലേക്കുള്ള ട്രാൻസ്ലേഷൻ ആയിരിക്കും അവിടെ പോസിബിൾ. വൈബ്രേഷൻ ആണെങ്കിൽ 2 ടൈപ്പ് ഉണ്ട്. 3n-5 ഉണ്ട് ലീനിയർ മോളിക്യൂൾസിൻ്റെ, 3n-6 ഉണ്ട് നോൺ ലീനിയർ മോളിക്യൂൾസിൻ്റെ. ഇത് ഡിഫറൻസ് ആയിരിക്കും എവിടെ, ആക്ടിവേറ്റഡ് കോംപ്ലക്സ് തിയറിക്കകത്ത്. ആക്ടിവേറ്റഡ് കോംപ്ലക്സിന് ട്രാൻസ്ലേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും വൈബ്രേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും നോർമൽ മോളിക്യൂൾസിനെ അപേക്ഷിച്ച് ഡിഫറൻസ് ഉണ്ട്. ഇവിടെയാണ് നമ്മൾ പാർട്ടീഷൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് പാർട്ടീഷൻ ഫംഗ്ഷനകത്ത് ഒരു മോളിക്യൂൾസിൻ്റെ ട്രാൻസ്ലേഷന് വേണ്ട എനർജിയും വൈബ്രേഷന് വേണ്ട എനർജിയും റൊട്ടേഷന് വേണ്ടിയുള്ള എനർജിയും മോളിക്യൂൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈക്വൽ ആയിരിക്കും. ഈക്വൽ പാർട്ടീഷൻ ഫംഗ്ഷൻ. സോ അവിടെ നിന്ന് പറയുമ്പം ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ആക്ടിവേറ്റഡ് കോംപ്ലക്സിന് ഒരു വൈബ്രേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നോർമൽ മോളിക്യൂൾസിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടിട്ട് അത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഒരു വൈബ്രേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ലോസ്റ്റ് ചെയ്ത് ആ എനർജി ട്രാൻസ്ലേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കങ്ങനെ പറയാം, നോർമൽ മോളിക്യൂളിനെ അപേക്ഷിച്ച് ഒരു വൈബ്രേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കുറവും ഒരു ട്രാൻസ്ലേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൂടുതലുമായിരിക്കും നോർമൽ മോളിക്യൂൾസിനെ അപേക്ഷിച്ച് ആക്ടിവേറ്റഡ് കോംപ്ലക്സിന്. ഇനി നോക്കാം എക്സാമ്പിൾ, A2+B2 തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം വിത്ത് A2B2 ഡബിൾ ഡാഗർ കൺവേർട്ടഡ് ടു AB പ്രോഡക്റ്റ്. ഇതാണിവിടെ A2 B2 റിയാക്റ്റ് ചെയ്യുന്നു. തെർമോഡൈനാമിക് ഇക്വിലിബ്രിയമാണ് ആക്ടിവേറ്റഡ് കോംപ്ലക്സുമായിട്ട്. ആക്ടിവേറ്റഡ് കോംപ്ലക്സ് നോക്കുക, AA ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, BB ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. അറ്റ് എ ടൈം തന്നെ AB ബോണ്ട് ടു AB ബോണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഈ ഫംഗ്ഷനാണ് ആക്ടിവേറ്റഡ് കോംപ്ലക്സിൽ നടക്കുന്നത്.
അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് സ്റ്റേറ്റിൽ നടക്കുന്നത്. ട്രാൻസാക്ഷൻ സ്റ്റേറ്റിൽ, ഇൻ്റർമീഡിയറ്റിൽ എല്ലാം നടക്കുന്നത് ഇതായിരിക്കും. സോ ആ ആക്ടിവേറ്റഡ് കോംപ്ലക്സിൽ നിന്ന് പിന്നെ 2 AB പ്രോഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇതിന് ഡെറിവേഷൻ ഉണ്ട്. അടുത്ത വീഡിയോയിൽ അത് തരുന്നതായിരിക്കും. താങ്ക് യു.